ഓക്കെ. ഇത് വിഷൻ സെൻസറിന്, ഇത് റിമോട്ടിൻ്റെ റേഞ്ച്, ഇത് ബാറ്ററി ചാർജർ, അതോടെ ബാറ്ററി ചാർജർ. GPS ഒരു 15 മിനിറ്റ് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഹോം പോയിന്റ് അപ്ഡേറ്റ് ആവും. ഓക്കെ. ഇത് ഗവായിൻ്റെ ഹോം പോയിന്റ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫ്ലൈ ചെയ്യാവുള്ളൂ മാക്സിമം. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചാടിക്കറി ഫ്ലൈ ചെയ്ത് പുറത്ത് വിടുമ്പോൾ ഫോൺ വഴിക്കാൻ ഹോം പോയിന്റ് അപ്ഡേറ്റ് ആണെങ്കിൽ എന്തെങ്കിലും കാരണം വെച്ചാൽ ബാറ്ററി തീരാറാകുമ്പോൾ റിട്ടേൺ ടു ഹോമോ അല്ലെങ്കിൽ എന്തെങ്കിലും വരുമ്പോൾ അവിടെ പോയി ലാൻഡ് ആവും. ഇതിപ്പോൾ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ കറക്റ്റ് ഇവിടെ തന്നെ ലാൻഡ് അപ്ഡേറ്റ് ആയിട്ട് ലാൻഡ് ചെയ്യാൻ പാടുള്ളൂ, ഫ്ലൈ ചെയ്യാൻ പാടുള്ളൂ. ഫ്ലൈ ചെയ്യാൻ ഒന്നെങ്കിൽ ഇത് രണ്ടും ഇവിടെ ഇങ്ങനെ വിടുമ്പോൾ ആമാവും, അല്ലെങ്കിൽ ഇത് ഈ ഓപ്ഷൻ ടേക്ക് ഓഫിൽ ഇങ്ങനെ തന്നെ ടേക്ക് ഓഫ് ആയി. ഇത് വിഷൻ സെൻസർ വർക്ക് ചെയ്യുന്നതാണ്. ഓക്കെ. പിന്നെ ഡ്രോൺ മേളിലേക്ക് പോകാൻ ഇത് താഴേക്ക് വരാം. ഓക്കെ. ഇത് തന്നെ 360 ഡിഗ്രി റൊട്ടേഷൻ. അതുപോലെ ഇതിൻ്റെ ലെഫ്റ്റിലേക്ക് ചെയ്യുക, പിന്നെ സൈഡിലേക്ക് പോകാം. ഓക്കെ. പിന്നെ ഫ്രണ്ടിലേക്ക് പോകാൻ ഇത് ഫ്രണ്ടിലേക്ക് പോകാൻ, ഇത് ബാക്കിലേക്ക് വരാം. ഇതിൽ റൈറ്റിലേക്ക് ചെയ്യുമ്പോൾ റൈറ്റിലേക്ക് പോകും, അതിൽ ലെഫ്റ്റിലേക്ക് ചെയ്യുമ്പോൾ ലെഫ്റ്റിലേക്ക് പോകും. ഓക്കെ. പിന്നെ വരുന്ന 3 മോഡ്സാണ്: സിനി മോഡ്, നോർമൽ മോഡ്, സ്പോർട്സ് മോഡ്. സിനി മോഡിൽ ഡ്രോണിൻ്റെ സെൻസർ എല്ലാം വർക്ക് ചെയ്യും, പക്ഷെ നല്ല സ്മൂത്ത് ആയിട്ടേ പോകും. നല്ല സിനിമാറ്റിക് ആയിട്ട് എടുക്കാൻ വേണ്ടി. നോർമൽ മോഡിൽ അത്യാവശ്യം സ്പീഡിൽ പോവുകയും ചെയ്യും, സെൻസർ എല്ലാം വർക്ക് ചെയ്യും. സ്പോർട്സ് മോഡിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെൻസർ എല്ലാം ഓഫ് ആവും. അതുപോലെ തന്നെ നല്ല സ്പീഡും ആയിരിക്കും. അപ്പോൾ സെൻസർ സ്പോർട്സ് മോഡിൽ ഫ്ലൈ ചെയ്യുമ്പോൾ ലാൻഡ് ചെയ്യാൻ വേണ്ടി ഇത് താഴേക്ക് ഇങ്ങനെ നീക്കപ്പെടുത്തി വിളിക്കാം. അല്ലെങ്കിൽ ഇവിടെ ഇതുപോലെ തന്നെ ടേക്ക് ഓഫ് ചെയ്തതുപോലെ തന്നെ ലാൻഡ്. അവിടെ തന്നെ ലാൻഡ് ആയി. ഓക്കെ.